എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ പാകിസ്ഥാൻ മധ്യസ്ഥയിൽ നടന്ന സമാധാന കരാറിൽ നിന്നും അമേരിക്കയും ഇറാനും പിൻവാങ്ങിയിരിക്കുന്നു. സമാധാന കരാറിൻ്റെ ആദ്യ ഭാഗം തന്നെ ഇറാൻ്റെ കടുംപിടുത്തവും അമേരിക്കയുടെ നിബന്ധനകളും ഒരു സ്ഥലത്തും എത്തിച്ചേരാൻ സാധിക്കാത്തൊരവസ്ഥയിലായി. അങ്ങനെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തന്നെയായി. ഇതിൽ പ്രധാനമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനും പാകിസ്ഥാനും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവർക്ക് അതിൽ എത്ര കണ്ടൊരു മീഡിയേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാമെന്നുള്ള കാര്യമാണ്. അതുമല്ല, അമേരിക്ക ഇങ്ങനെയുള്ളൊരു പാകിസ്ഥാൻ്റെ മധ്യസ്ഥയിലുള്ളൊരു മീഡിയേഷന് വരുന്നതിന് മുമ്പ് അമേരിക്ക ഒന്ന് പ്രീ പ്ലാൻ ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. ഇനി ഇറാനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയൊരു സംശയം, ഇറാന് ചൈനയുടെ ബാക്കിംഗ് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉടലെടുത്തിരിക്കുകയാണ്. പലരും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നെങ്കിലും ചൈന അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ഇറാന് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഏതെങ്കിലും ഒരു പരസഹായമില്ലാതെ ഇറാന് ഇത്ര കാണില്ലായിരുന്നു. അവരിപ്പോൾ ഈ അഡമൻ്റായിട്ട് നിൽക്കുന്നതിന് എന്തെങ്കിലും അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ഇനി ഇവർക്ക് ആവശ്യം യുദ്ധം തന്നെയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവിടെ ഒരു ശരിയായ ഒരു ഭരണസമിതി ഇല്ലാത്തൊരവസ്ഥയാണ്. ആരാണ് നേതാവെന്ന് തന്നെ സ്വയം അവർക്കറിയില്ല. ആരോ സെൽഫ് മെയ്ഡായി പറയുന്നു ഞാനാണ്. എന്താണെങ്കിലും ഇവർക്ക് ആർക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ഇനി ഹിസ്ബുള്ളയുമായി ഉള്ള ഫൈറ്റിംഗ് ഇസ്രായേൽ നിർത്തണം. അതിന് ശാശ്വത പരിഹാരം കണ്ടിട്ട് ബാക്കി ചർച്ച നടത്താമെന്ന് ഇറാൻ പറയുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒന്ന് മനസ്സിലാക്കുക, ലോകമാകെ ഇപ്പോൾ ഒരു ഭീതിയിലാണ്. കാരണം സമാധാന ശ്രമങ്ങൾ ഏത് രീതി നോക്കിയാലും അത് അട്ടിമറിക്കപ്പെടുന്നു. അമേരിക്കയുടെ പിടിവാശിയും ഇറാൻ്റെ പിടിവാശിയും ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് യുദ്ധഭീതിയിലേക്കാണ്. ഇനി അമേരിക്ക എന്ത് ചെയ്യുന്നു, ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം നാം തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ഇതെല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയ്ക്കും ഒപ്പം നമ്മുടെ കേരളത്തിനും എഫക്റ്റ് ആകും. കാരണം കോടിക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഭാഗം, കോടിക്കണക്കിന് ആൾക്കാർ ബിസിനസ്സുമായൊക്കെ ഇടപഴകിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് മേഖല. നമുക്ക് നല്ല ബന്ധമുള്ള ഒരു രാജ്യങ്ങളാണ്. അവിടെയെല്ലാം യുദ്ധഭീഷണിയിലായിക്കഴിഞ്ഞു. ഇനി നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളോടും ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, കഴിയുന്നതും നാം ശ്രദ്ധിക്കണം, ജാഗരൂകരായിരിക്കണം. കാരണം നാളെ എന്താ സംഭവിക്കാമെന്നറിയില്ല. യുദ്ധം എന്ന് പറയുന്നത് ഇത് ഒരു രാജ്യത്തെപ്പോൾ മാത്രമല്ല, അതിൻ്റെ പരിണിത ഫലങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലും അനുഭവിക്കേണ്ടി വരും. അതിൽ കൂടുതലായി നമുക്ക് തന്നെ. കാരണം നമുക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്തായിരുന്നാലും നാം എല്ലാം കണ്ടും കേട്ടുമിരിക്കുക. നമ്മളുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ജീവിതശൈലികളും എല്ലാത്തിനും നമ്മളൊരു കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എക്കണോമിക് ഫാക്ടർ ഒരു വലിയൊരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് മത്സരങ്ങളും നമ്മൾ ഇൻറ്റേർണലായി നാം എല്ലാത്തിനും പ്രിപ്പയർ. നമ്മുടെ ബന്ധുജനങ്ങളും വീട്ടിലുള്ളവരും ഒക്കെ ഗൾഫ് മേഖലയിലുണ്ട്. അവർക്കൊന്ന് നാട്ടിൽ വരണമെങ്കിൽ തന്നെ അത്ര പെട്ടെന്ന് സാധ്യമുള്ള കാര്യമില്ല. അത്രയ്ക്കുള്ളൊരു ഫ്ലൈറ്റ് സർവീസുകളൊക്കെ ഇപ്പോൾ ഇല്ല. ഇനി അതിനുവേണ്ടി പ്രത്യേകം ഒരു എവാക്യുവേഷൻ ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ വന്നാൽ ഇവരെല്ലാം നാം അക്കോമഡേറ്റ് ചെയ്യണം.
ചെയ്തേ പറ്റൂ. അവർ വരുന്നത് അവരുടെ സ്വന്തം നാട്ടിലേക്കാണ്. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അമേരിക്കൻ ടീം ഓൾറെഡി മടങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി അടുത്ത് എവിടെയാണ്, എങ്ങനെയാണ്, ആരാണ് വീണ്ടും ഒരു സമാധാന ശ്രമത്തിന് വേണ്ടി മുന്നോട്ട് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഫ്കോഴ്സ് ഇന്ത്യ ഇതിൽ ഇടപെട്ടില്ല. ഒരു കണക്കിന് നന്നായിപ്പോയി. ഇന്ത്യക്ക് ഇടപെട്ട് ഫെയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഈ പാകിസ്ഥാനിലുള്ള മീഡിയേഷൻ അത് ഫെയിലാകുമെന്ന് ആൾമോസ്റ്റ് എല്ലാവർക്കും മുൻകൂട്ടി അറിയാവുന്നുള്ള കാര്യമായിരുന്നു. അത് തന്നെ അവസാനം സംഭവിച്ചു. യഥാർത്ഥത്തിൽ ഇവർ നടത്തിയ ശരിക്കുള്ള ചർച്ചയുടെ രൂപരേഖ ഇപ്പോൾ തന്നെ ആരും പുറത്ത് റിലീസ് ചെയ്തിട്ടില്ല. നമുക്കറിയത്തുമില്ല. ചർച്ച ശരിയായ ദിശയിൽ നടന്നിട്ടുമില്ല. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് ടൈം. വളരെ ചുരുക്കം സമയം കൊണ്ട് അവർ നടത്തി തീർക്കാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അതിലും വേഗത്തിൽ രണ്ട് കൂട്ടരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന്. വീണ്ടും സമാധാന ശ്രമം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും തുടരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. താങ്ക് യു.